നാടകത്തിൽ അഭിനേതാക്കളിൽ ഭാവങ്ങൾ മിന്നിമായുമ്പോൾ പിരിമുറുക്കം അവരുടെ രക്ഷിതാക്കളിലാണ്. പ്രേക്ഷക ശ്രദ്ധ നേടിയ അളവ് നാടകത്തിന്റെ അഭിനേതാക്കളുടെ അമ്മമാർ മക്കളുടെ പ്രകടനത്തെക്കുറിച്ച് പ്രതികരിക്കുന്നു. നാടകവേദിയിൽ നിന്നും രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാടകവേദിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു കൂട്ടായ്മ കൂടി നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് അളവ് എന്ന് പറയുന്ന നാടകത്തിന്റെ അതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളുടെ അമ്മമാരും വല്യമ്മമാരും ഒക്കെയാണ്. ഇവരാണ് ആ ഗ്രൂപ്പ്. നമുക്ക് ഓരോരുത്തരോടും അവരവരുടെ കുട്ടികളുടെ ക്യാരക്ടറും ആരുടെ അമ്മയാണ് എന്നും കൂടി പറയാം. അളവ് എന്ന നാടകത്തിൽ മുതലാളിയായി അഭിനയിച്ച ദേവകിയുടെ അമ്മയാണ് ഞാൻ. ഭാനുമതിയുടെ അമ്മയായി അഭിനയിച്ചത് എൻ്റെ മകൾ ഫർഹയാണ്. അളവ് എന്ന നാടകത്തിൽ റോഷ്നിയാണ് എൻ്റെ മകൾ അഭിനയിച്ചത്, ടീച്ചറായിട്ടാണ്. ചായക്കട നടത്തുന്ന ആളാണ്. മോളുടെ പേര് അനാമിക. അനാമികയുടെ അമ്മയാണ് ഞാൻ. ചിത്രത്തിലെ നായിക ഭാനുമതിയുടെ അമ്മുമ്മയാണ് ഞാൻ. ഭാനുമതി തകർത്തു ശരിക്കും. ഞങ്ങൾ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അമ്മൂമ്മയ്ക്ക് അത് കണ്ടു കഴിഞ്ഞാൽ? പിന്നെ ഞാനിപ്പോൾ സബ് ജില്ലയും ഒക്കെ കണ്ടതാണേ. അസലായിട്ട് കഷ്ടപ്പെട്ട് അഭിനയിച്ചത്. ഭയങ്കര എന്തായാലും അവരുടെ ക്ലാസ്സൊക്കെ നഷ്ടപ്പെടുത്തി അവൾ നല്ലോണം അഭിനയിച്ചു. അവൾക്ക് ഭയങ്കര ക്രൈസാണ്. ഇതാണ് അവൾ 10ാം ക്ലാസ്സിലാണേ. അപ്പോൾ ഇതോടെ നമുക്ക് ഇതിനകത്തൊരു ഫൈനൽ ടച്ച് ഇതിനകത്ത് വേണം. കഴിഞ്ഞ 2 പ്രാവശ്യം അവൾ ബെസ്റ്റ് ആക്ട്രസ് ആയി. കഥാപാത്രത്തെ എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നത്? കഥാപാത്രം നല്ല രീതിയിൽ മോള് ചെയ്തിട്ടുണ്ട്. 2 വർഷം കൊണ്ട് മോള് മെയിൻ കഥാപാത്രമായിരുന്നു. പ്രാവശ്യം മോക്കൊരു ചെറിയ റോളാണ്. അവൾ 10ാം ക്ലാസ്സും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നു. അതെ ഒന്നിച്ചാണ് എല്ലാവരും നല്ല രീതിയിൽ. കാരണം സ്കൂൾ സപ്പോർട്ട് ഇവർക്ക് നല്ല രീതിയിലുണ്ട്. അപ്പം നല്ല രീതിയിൽ അവർ ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? മോളെ പെർഫോമൻസ് കൊള്ളാമായിരുന്നു. നല്ല രീതിയിലാണ് പെർഫോമൻസ് ചെയ്തിരുന്നത്. ടീച്ചറായിട്ടായിരുന്നു അഭിനയിച്ച്. ടീച്ചറായിട്ട് മാത്രമല്ല വേറെയും 2-3 റോളുകൾ ഉണ്ടായിരുന്നു. മാറി വരുന്നത്. പൊള്ളൽ വരെ ഏറ്റിട്ടുള്ള മുതലാളിയുടെ അമ്മയോട് ചോദിക്കാം. ശരിക്കും ദേവകി 3ാമത്തെ വർഷമാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. കഴിഞ്ഞ 2 വർഷവും സ്റ്റേറ്റ് ലെവൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും അവർക്ക് അഭിനയിക്കുന്നതൊക്കെ പറഞ്ഞാൽ അവർക്ക് നല്ലൊരു പാഷനായിട്ടാണ് അവൾ കൊണ്ടുപോകുന്നത്. തീർച്ചയായും ഇവർ ആദ്യത്തെ ജില്ലയായിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ളവരാണ്. കാർമൽ സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ്. സുഹൃത്തുക്കളുണ്ട്. അവരാണ് ശരിക്കും ഈ നാടകത്തെ വിലയിരുത്തുന്നത്. ഇവർ അവരുടെ മക്കളുടെ നാടകമായതുകൊണ്ട് ചിലപ്പോൾ കള്ളം പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് നാടകത്തിൽ? വളരെ നല്ല അഭിനയമായിരുന്നു. കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് നല്ലോണം ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം മോളുടെ നാടകം കാണാമെന്ന് ആഗ്രഹിച്ചാണ് ഭാനുമതിയുടെ. ട്രിവാൻഡ്രത്ത് വന്നുകൊണ്ട് കാണാൻ വന്നത് വളരെ ഇഷ്ടപ്പെട്ടു നാടകം. ഞാൻ ആദ്യത്തെ 3 നാടകങ്ങൾ കണ്ടു. 3 വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു കുട്ടികളുടെ. അതിനകത്തൊരു മെസ്സേജ് കൂടി അവർ കൃത്യമായി പറയുന്നുണ്ട്. ആ മെസ്സേജിനെ കുറിച്ച് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അവർ സുരേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, അത് നല്ലൊരു കുട്ടിയിൽ നിന്നും ഒരു ഗുണ്ട എന്ന ലെവലിലേക്ക് വളർന്നു വരുന്നതും അതിൽ തിരിച്ചറിയുന്നതിൻ്റെ ഒരു പോർഷൻ കൂടി നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുക? അതൊരു സ്നേഹത്തിൻ്റെ ഒരു ഇതാണ്. ആ ഒരു സമയത്ത് സത്യമായിട്ടുള്ള തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അവനൊരു ഗുണ്ടയാകൂലായിരുന്നു. അതാണ് അവൻ്റെ ഒരു വഴിത്തിരിവായിട്ട്. അതാണ് പിന്നെ ഭാനുമതിയുടെ അമ്മ ഓരോ അവസരത്തിലും പറയുന്നുണ്ട്, ഓരോ വീടിന് വരെ അളവുണ്ട്. അതുപോലെ തന്നെയാണ് വീടിനും നാടിനും രാജ്യത്തിനും എല്ലാം ഓരോ അളവുകളുണ്ട്. ആ അളവ് വിട്ടുപോയ പിന്നെ ആർക്കാണെങ്കിലും അവരുടെ കാലിടറും. അതാണ് അതിനകത്തുള്ള കാര്യം. ഇതുതന്നെയാണ് അളവിൻ്റെ കോലുകൾ അല്ലെങ്കിൽ അളവിൻ്റെ ആ ഒരു സന്ദേശമാണ് ആ ഒരു അളവ് എന്ന് പറയുന്ന നാടകം നൽകിയത്. ആ നാടകത്തിൽ അഭിനയിച്ചവർ അവരുടെ അമ്മമാരാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെ അവരും ഒരളവിട്ട് കുട്ടികൾക്ക് സപ്പോർട്ട് നൽകുകയാണ്. അതുതന്നെയാണ് ഈ നാടകത്തിൻ്റെയും ഒപ്പം സമൂഹത്തിൻ്റെയും വിജയം. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.